ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ നമുക്ക് സഹായിക്കും. ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഞാനിവിടെ രാവിലെയാണ് ചിക്കൻ നന്നായിട്ട് തിരുമ്മി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി. തക്കാളി ഇവിടെ ചെറുതായതുകൊണ്ടാണ് ഞാൻ 5 എടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 3 ആണെങ്കിലും മതി. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് പേസ്റ്റ് പോലെ എടുക്കുക. ഇനി നന്നായിട്ട് ചതച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ രാവിലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒന്നും കൂടെ തിരുമ്മി നമുക്ക് വറക്കാനുള്ള പരുവത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി സവാള ചെറുതായിട്ട് നീളത്തിൽ കനം കുറഞ്ഞ് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. ഇങ്ങനെ നന്നായിട്ട് അരിഞ്ഞ് എടുത്തതിന് ശേഷം പച്ചമുളകും നമുക്ക് നീളത്തിൽ അരിയണം. പിന്നെ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കനം കുറഞ്ഞ് വേണം അരിഞ്ഞെടുക്കാൻ. നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി മാറ്റി വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കനെ വറുത്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് വറുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ നമ്മുടെ ചിക്കന് ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് എല്ലാം നമ്മൾ വറുത്ത് മാറ്റി വയ്ക്കുന്നു. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും പച്ചമുളകും വഴറ്റുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റാനാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വറുത്ത് വച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. പൊടിയുടെ ഒരു പച്ചമണം നമുക്ക് മാറി വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, ചെറുതായിട്ട് നമ്മൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് അതിൻ്റെ പരുവം. ആ സമയത്ത് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2.5 സ്പൂൺ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു നുള്ള് കുരുമുളക് പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. എരിവ് നന്നായിട്ട് വേണ്ടവർ മാത്രം ചേർത്താൽ മതി, അല്ലാത്തവരത് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ.
നന്നായിട്ടത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ അതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ച് കഴിഞ്ഞ സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടി ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇത് കഴിക്കാം.